ക്വസ്റ്റ്യൻ നോക്കാം. 8/2 അധികം 8 എന്ന് പറയുന്നത് -10 ആണ്. ആയാൽ എക്സിന്റെ വില എത്രയാണെന്നാണ് പറയുന്നത്. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എക്സിന്റെ വാല്യൂ കണ്ടെത്തണം. ഏതിൽ നിന്നാണ്? ഈ ഇക്വേഷനിൽ നിന്നാണ്. ഇക്വേഷൻ എന്താ പറയുന്നത്? x/2 എന്ന് പറയുന്നത് അതിന്റെ കൂടെ 8 കൂട്ടിയാൽ എനിക്ക് -10 കിട്ടുന്ന ഇക്വേഷൻ പറയുന്നത് അല്ലേ? അതായത് ഈ ഭാഗം ഇത്രയും ഭാഗം എനിക്ക് എന്ത് വാല്യൂ തരണം? -10 തരണം. അങ്ങനെയാണെങ്കിൽ ഈ ഭാഗം എന്തായിരിക്കണം? മൈനസ് വാല്യൂ ആയിരിക്കണം അല്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ എ ഓപ്ഷനും ഈ ഡി ഓപ്ഷനും വിട്ടാലോ? എന്തുകൊണ്ടാണ്? മൈനസ് ഇല്ല അതില്. ബാക്കിയുള്ള ഓപ്ഷൻ എന്താണ്? 2 ബിയും ഉണ്ട് സിയും ഉണ്ട് മൈനസ് വാല്യൂ ഉള്ളത്. മൈനസ് ഞാൻ 9 എടുക്കുകയാണ്. ഞാൻ മൈനസ് ഇവിടെ 9 കൊടുത്തെന്ന് വിചാരിക്കുക. അപ്പോൾ ഭാഗം 2 എന്ന് പറയുന്നത് -4.2 4.5 വരില്ലേ? അങ്ങനെയാണെങ്കിൽ പോയിന്റിന്റെ ഉത്തരം വരില്ലേ? ഇവിടെ നമുക്ക് -10 അല്ലേ? അങ്ങനെയാണെങ്കിൽ ബി ഓപ്ഷൻ വരില്ല. സി മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി സി ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. കാരണം നമ്മൾ ഈ 3 ഓപ്ഷനും ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയില്ല. അഥവാ സി ആയിരിക്കും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ തെറ്റായിരിക്കും. നമ്മളിത് പൂർണ്ണമായിട്ട് ചെയ്ത് നോക്കണോ? വേണ്ട. ഞാൻ ഒരിക്കൽ പറയാം. നമ്മൾ പറയുന്നത് എന്താണ്? x/2 അധികം 8 ഈക്വൽ ടു -10. ഈ ഈക്വൽ ടുന്റെ അർത്ഥം എന്താ? ഇവിടെ എന്താണോ വാല്യൂ കിട്ടുന്നത് അതാണ് ഇവിടെ നല്ല അർത്ഥം. ഇവിടെ -10 കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് മൊത്തം എന്തായിരിക്കണം? -10 ആയിരിക്കണം. ഈ സംഖ്യ ഒരിക്കലും മൈനസ് ആവില്ല. എന്തുകൊണ്ടാണ്? അവിടെ +8 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ x/2 ആയിരിക്കണം മൈനസ് വാല്യൂ തരുന്നത് അല്ലേ? മൈനസ് ആവണമെങ്കിൽ എങ്ങനെയുള്ള സംഖ്യ ആയിരിക്കണം? വലിയ സംഖ്യ ആയിരിക്കണം. ഏത് സംഖ്യയെക്കാളും കൂടുതലായിരിക്കണം? 8-നെക്കാളും കൂടുതലായിരിക്കണം. എന്തുകൊണ്ടാണ്? എനിക്കിവിടെ മൈനസ് കിട്ടണമെങ്കിൽ 8-നെക്കാളും വലിയ സംഖ്യ ആയാലേ പറ്റുള്ളൂ. കാരണം ഇവിടെ പോസിറ്റീവ് ഉള്ളതുകൊണ്ട്. ഇവിടെ മൈനസ് വന്നാലല്ലേ ഇവിടെ മൈനസ് വരാൻ ചാൻസ് ഉള്ളൂ അല്ലേ? എങ്ങനത്തെ വാല്യൂ ആയിരിക്കണം? 8 കൊണ്ട് ഞാൻ കൂട്ടി കഴിയുമ്പോഴത്തേക്കും വലിയ സംഖ്യയുടെ ചിഹ്നം കിട്ടണം. അപ്പോൾ 8-നെക്കാളും ഇരട്ടിയുടെ കൂടുതലായിരിക്കണം. 16-നെക്കാളെങ്കിലും മിനിമം കൂടുതൽ ഉണ്ടാവണം എന്നെനിക്ക് മനസ്സിലായി. അങ്ങനെ ആണെങ്കിൽ മാത്രമേ ഇവിടെ മൈനസ് വരുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്പോഴാണ് അങ്ങനെ ഒരു കൺസെപ്റ്റ് എന്റെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഈ 3 ഓപ്ഷനും ഒഴിവാക്കാം. അങ്ങനെയാണെങ്കിൽ സി ഓപ്ഷൻ ആയിരിക്കും. ഇതല്ലാതെ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇത് ചെയ്യാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും. പക്ഷേ നമുക്ക് പെട്ടെന്ന് ഉത്തരത്തിൽ എത്തണ്ടേ? ഞാൻ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ നോക്കി. ഇത്രയും ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും പറയാൻ വേണ്ടിയിട്ട് ഇത്രയും എഴുതിയെന്നുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഈ ക്വസ്റ്റ്യൻ നോക്കുന്നു. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഉത്തരം അല്ലേ? ഞാൻ നോക്കുമ്പോൾ ഇവിടെ -10 അപ്പോൾ ഇത്രയും -10 കിട്ടണം. ഞാൻ ഓപ്ഷൻ നോക്കി. അപ്പോഴാണ് ഞാൻ പോസിറ്റീവ് ഉള്ള സംഖ്യ ഞാൻ കട്ട് ചെയ്തിട്ടു. കാരണം എന്താണ്? മൈനസ് ആയിരിക്കും ഉത്തരം എന്ന് പറഞ്ഞ് മനസ്സിലായി എനിക്ക്. പിന്നെ ഉള്ളത് 2 ഓപ്ഷനേ ഉള്ളൂ. -9 ഞാൻ നോക്കി. ഞാൻ ഇവിടെ -9 ഇട്ടപ്പോൾ പോയിന്റ് വരും. അപ്പോൾ അതെല്ലാം മനസ്സിലായി. കഴിഞ്ഞു. ഈ ഓപ്ഷൻ കിട്ടി എനിക്ക്. അല്ലാതെ എങ്ങനെ ചെയ്യോ? x/2 അധികം 8 ഈക്വൽ ടു -10 ഇതല്ലേ ചോദ്യം അല്ലേ? ഞാനിവിടെ ഭാഗം 1 ഇട്ടു. തെറ്റൊന്നുമല്ലല്ലോ. എന്നിട്ട് എന്താണ്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും. അങ്ങനെയല്ല നമ്മൾ ചെയ്യാറ്. അപ്പോൾ x/1 അധികം ഈ പ്ലസ് എവിടുന്നാ കിട്ടിയത്? ഇവിടെ പ്ലസ് ആയതുകൊണ്ട് ഞാൻ ഇവിടെ പ്ലസ് ഇട്ടു. അധികം 8 × 2 അല്ലേ? ഹോൾ ഡിവൈഡ് ബൈ എന്താണ്? 2 × 1 അല്ലേ? സമം എത്രയാ ഉള്ളത്? -10 എനിക്കുണ്ട്. അടുത്തെന്താ ചെയ്യുക? ഈ 2 ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും ഭാഗം അങ്ങോട്ടേക്ക് സമത്തിനപ്പുറം പോകുമ്പോൾ എന്താണ്? ഗുണമാവും അല്ലേ? ഇവിടെ x/1 എന്ന് പറയുന്നത് x ആണ്. ഇവിടെ അധികം ഉണ്ട്. ഞാനത് മുകളിൽ ഇട്ടു. 8 × 2 എന്ന് പറഞ്ഞത് 16 ആണ്. അതുപോലെ ഇട്ടു. ഇവിടെ സമത്തിൽ ഇപ്പുറം എന്താണ്? -10 ഉണ്ട്. ഞാൻ അതുപോലെ എഴുതി. ഗുണം എന്താണ്? 2. ഓക്കെ ആണല്ലോ. അടുത്ത് അത് കഴിഞ്ഞ് എന്താണ്? ഞാനിവിടെ +16 ഞാൻ സമത്തിനപ്പുറം പോകുമ്പോൾ എന്താണ്? മൈനസ് ആവും. ഇവിടെ -10 × 2 എന്ന് പറയുന്നത് -20 ആവും. അപ്പോൾ ഞാൻ x അവിടെ എഴുതി. ഈ -10 × 2 എന്ന് പറയുന്നത് -20 ആണ്. അതുപോലെ ഈ +16 അങ്ങോട്ട് പോകുമ്പോൾ -16 ആണ് അല്ലേ? അപ്പോൾ ഞാൻ ഇത് മൈനസും മൈനസും കൂട്ടുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യാറ്? 2ഉം കൊണ്ട് കൂട്ടി ആ ചിഹ്നം അങ്ങിടും. അപ്പോൾ മൈനസ് ചിഹ്നം ഇട്ടു. 2ഉം 20ഉം 16ഉം കൂട്ടുമ്പോൾ എന്താണ്? 36 എന്ന് കിട്ടും. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓക്കെ ആണല്ലോ ഇത്രയും? അടുത്ത ക്വസ്റ്റ്യനിൽ പോവാം. ഒരു സംഖ്യയുടെ 3 ഭാഗത്തിന്റെ 60% എന്നത് 36 ആയാൽ സംഖ്യ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഒരിക്കലൂടെ വായിച്ച് ഒന്ന് മനസ്സിലാക്കുക എന്താ പറയുന്നത്. ഒരു സംഖ്യയുണ്ട്. ഞാൻ അത് എക്സ് എന്ന് സങ്കല്പിച്ചു അല്ലെ? അതിന്റെ 3 ഭാഗം അതിന്റെ 3 ഭാഗത്തിന്റെ 60% എന്ന് പറയുന്നത് 36 എന്ന് പറയും. ഇതാണ്. ഇതിൽ നിന്ന് നമുക്ക് എക്സിന്റെ വില കണ്ടെത്തണം. ഇതാണ് ചോദ്യം. മനസ്സിലായോ? ഇനി ഞാൻ റിവേഴ്സ് ആയിട്ട് എനിക്ക് വേണമെങ്കിൽ പോവാം ഇതില്. ഇത് 2, 3 മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. സിമ്പിൾ ആയിട്ട് ഏതാ തോന്നുന്നത് അതങ്ങ് ചൂസ് ചെയ്യുക. ഇത് നോർമൽ ഈ രീതിയിൽ തന്നെ അങ്ങ് കണ്ടെത്തുക.
നോർമൽ ഈ രീതിയിൽ എക്സിന്റെ വാല്യൂ കണ്ടെത്തുക. എങ്ങനെ കണ്ടെത്തും? നമ്മൾ എക്സ് ഇൻറ്റു ഇവിടെ 3 അതുപോലെ എഴുതി 5 എനിക്ക് വേണമെങ്കിൽ ഇതിൽ വെട്ടാലോ അല്ലേ? 12 എന്ന് കിട്ടും. കിട്ടില്ലേ? ഇനി ഈ 12 വെട്ടാലോ? വെട്ടിക്കൂടെ? 3 എന്ന് കിട്ടും. ഈ 3 വെട്ടിക്കൂടെ? ബാക്കി എന്താ ഉള്ളത്? 100 മാത്രമേ ഉള്ളൂ. അപ്പോൾ എക്സ് ഈക്വൽ ടു 100 എന്ന് കിട്ടും. ഓപ്ഷൻ ബി ശരിയാവത്തത്. അത് എടുത്ത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ നോക്കുക. എക്സ് ഗുണം 5ൽ 3 എന്ന് പറയുന്നത് അതിൻ്റെ 60% എന്ന് പറയുന്നത് ഈക്വൽ ടു 36 അല്ലേ? ഞാൻ ഈ 5 വെട്ടിയപ്പോൾ എനിക്ക് 12 കിട്ടി. ഈ 12 ഇവിടെ ഞാൻ അപ്പോൾ ഭാഗമാവൂലേ? അപ്പോൾ അത് വെട്ടി 3 കിട്ടി. ഈ 3 വീണ്ടും ഭാഗത്തിൽ പോകില്ലേ? അതും വെട്ടി. ബാക്കിയുള്ള എന്താണ്? എക്സ് ഭാഗം 100 ഈക്വൽ ടു 1 എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണ്? എക്സ് ഗുണം 1 ഗുണം 100 എന്ന് പറയുന്നത് 100 ആയിരിക്കും. ഇതൊരു രീതി. ഇങ്ങനെ ഇത് ചെയ്യാം. നമ്മൾ കൺസെപ്റ്റ് നമ്മുടെ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാം. ഇത് കുറച്ച് കാൽക്കുലേഷൻ സിമ്പിൾ ആയതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. ഇപ്പം അല്ലാണ്ട് നോക്കുക. 60% 36 നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? അതായത് ഈ 60% എന്ന് പറയുന്നത് 36 ആണെങ്കിൽ ഇതിന്റെ 100% എന്ന് പറയുന്നത് എത്രയായിരിക്കും? 60 ആയിരിക്കും. ഈ 0 വെട്ടിപ്പോയി. ഈ 6 വെട്ടിപ്പോയി. ബാക്കി എത്രയായിരിക്കും? 6 കിട്ടും. എനിക്ക് എന്താണ്? 60 എന്ന് കിട്ടി. അതായത് ആ സംഖ്യയുടെ 5ൽ 3 ഭാഗം എനിക്ക് 60 എന്ന് കിട്ടി. ഈ 3 ഭാഗമാണ് 60 അല്ലേ? അതായത് 3 കഷ്ണങ്ങൾ എന്നല്ല അതിന്റെ അർത്ഥം. ഈ 3 കഷ്ണങ്ങളാണ് എനിക്ക് 60 എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കഷ്ണത്തിന്റെ വാല്യൂ എത്രയായിരിക്കും? 20 ആണ്. അപ്പോൾ എനിക്ക് 5 കഷ്ണങ്ങളുടെ വാല്യൂ കണ്ടെത്തിയാൽ അത് പൂർണ്ണസംഖ്യയായി. മനസ്സിലാവുന്നുണ്ടോ? അതായത് 5ൽ 3 ഭാഗമാണ് എനിക്ക് ഈ 60 എന്ന് കിട്ടിയത് അല്ലേ? അപ്പോൾ ഈ 3 ഭാഗത്തിന്റെ വാല്യൂ ആണ് ഈ 60. ഒരു ഭാഗത്തിന്റെ വാല്യൂ എനിക്ക് 20 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ 5 ഭാഗത്തിന്റെ വാല്യൂ എത്രയായിരിക്കും? 5 ഗുണം 20 100 എന്ന് കിട്ടും. ഇങ്ങനെ ചെയ്യാം. ഈ ഭാഗത്തിന്റെ കൺസെപ്റ്റ് ഞാൻ ഒന്ന് മനസ്സിലാക്കി തരാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ഇത് ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ വേറെ പ്രീവിയസ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതായത് നമ്മൾ ഒരു സംഖ്യ ആയിക്കോട്ടെ, ഒരു വസ്തു ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ. എനിക്ക് 5 കഷ്ണങ്ങളായിട്ട് 5 അല്ലേ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ 5 കഷ്ണങ്ങളാക്കി ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇതെല്ലാം ഈക്വൽ ആണ് കേട്ടോ. ഈ ഒരു 3 ഭാഗം എനിക്ക് അതായത് ഞാൻ ഒരു വസ്തുവോ ഒരു സംഖ്യയോ ഞാൻ 5 കഷ്ണങ്ങളായി മുറിച്ചു. അതിനെയാണ് താഴെ എഴുതുന്നത്. മുകളിൽ ഞാൻ ഈ 3 ഭാഗം എനിക്ക് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ 5ൽ 3 എന്ന് പറയും. ബാക്കി 2 റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ ഞാൻ 5ൽ 2 എന്ന് പറയും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം എൻ്റെ ഉദ്ദേശം എന്താണ്? 5 ഭാഗമായിട്ട് ഞാൻ ഈക്വൽ ആയിട്ട് ഭാഗിച്ചിട്ടുണ്ട്. ഈ 3 ഭാഗത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഒന്നാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ 5ൽ 1 ഭാഗം എന്ന് പറയും. അതായത് സംഖ്യ ഇപ്പോൾ ഒരു 10 ആയിരിക്കട്ടെ. അപ്പോൾ ഞാൻ 5 ഈക്വൽ ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഭാഗം 5 എന്ന് പറയുമ്പോൾ ഒരു ഭാഗത്തിന് 2 എന്ന് കിട്ടും. അതായത് ഞാൻ 2, 2, 2, 2, 2 അതായത് 10നെ ഞാൻ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇതിൽ ഈ 3 എണ്ണത്തിനെ കുറിച്ച് പറയാനാണ് ഞാൻ 5ൽ 3 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശരിക്കും ഈ 5, 3ന്റെ വാല്യൂ എത്രയാണ്? 2, 2, 2 6 ആണ്. ബാക്കി ഇത് സൂചിപ്പിക്കുന്നതാണ് 5ൽ 2 എന്ന് പറയും. അതിന്റെ വാല്യൂ എന്തായിരിക്കും? 2 ആയിരിക്കും. 4 ആയിരിക്കും. സോറി 4 ആയിരിക്കും. ഈ കൺസെപ്റ്റ് മനസ്സിലായില്ലെങ്കിൽ വിട്ടേക്കുക. നോർമൽ ഇക്വേഷൻ ഉപയോഗിക്കുക. ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഈ പോയിന്റിലേക്ക് എത്താൻ വേണ്ടി എളുപ്പമായിരിക്കും. അതായത് നമുക്ക് മനസ്സിലായി 5ൽ 3 ഭാഗമാണ് ഈ 60 എന്ന് പറയുന്നത്. അതായത് ഈ 5ൽ 3 ഈ ഒരു സംഖ്യ ഞാൻ 5 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ 3 ഭാഗമാണ് ഈ 60 എന്ന് പറയുന്നത്. അതായത് ഈക്വൽ ഭാഗമായിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ 3 ഈക്വൽ ഭാഗത്തിന്റെയാണ് എനിക്ക് ഈ 60 എന്ന് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു ഭാഗം കിട്ടാൻ വേണ്ടി എനിക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി 20. അപ്പോൾ 5 ഭാഗമായിട്ടുള്ള ഞാൻ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 5 ഭാഗം കണ്ടെത്തിയത് എന്താണ്? ഈ മൊത്തത്തിന്റെ എനിക്ക് വാല്യൂ കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ 5 ഗുണം 20 100. ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ പല ക്വസ്റ്റ്യൻസും നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം കേട്ടോ. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നേരത്തെ കേട്ടിട്ടില്ലെങ്കിൽ പിന്നെ മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ പല ക്വസ്റ്റ്യനും നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ ഉപയോഗിക്കാണ്ട് തന്നെ അങ്ങ് ചെയ്തു പോവാം ഈ കൺസെപ്റ്റ് വെച്ചിട്ട്. ഓക്കെ നോർമൽ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ ആദ്യം ചെയ്യുന്നത് പോലെ എക്സ് എന്ന് എടുക്കുക. ബാക്കി പറയുന്ന ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത് അങ്ങ് എഴുതി പോവുക, കണ്ടുപിടിക്കുക. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2 സംഖ്യകളുടെ ഉസാഗു 11ഉം അവയുടെ ലസാഗു 693 ആണ്. അവയിൽ ഒരു സംഖ്യ 77 ആയാൽ മറ്റേ സംഖ്യ എന്താണ്? നമ്മൾ ആദ്യം എന്താ ചെയ്യാറ്? ഉടനെ ചാടി കയറി 693 ഗുണം 11 ഈക്വൽ ടു 77. അറിയാത്ത സംഖ്യ ഞാൻ എക്സ് എന്ന് എടുക്കും.
പിന്നെ 77 ഇവിടെ നിന്ന് കൊണ്ടുവരും. ഇത് ഇത്രയും കാൽക്കുലേഷൻ ചെയ്ത് ചെയ്യും അല്ലേ? ഇങ്ങനെ ചെയ്യണ്ട. ചെയ്യരുത്. നമ്മളെന്താണ് ആദ്യം ഞാൻ ഈ കൺസെപ്റ്റ് പറഞ്ഞുതരാം. എന്താണ് ഉസാഗു? എന്താണ് ലസാഗു എന്ന്? ഞാൻ തിയറി ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യില്ല. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്ങനെ കണ്ടുപിടിക്കുന്ന കാര്യമൊക്കെ അറിയാവുന്നതാണ്. ഞാൻ അതൊന്നും പറയില്ല. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. 693 ആണല്ലോ ഈ ലസാഗു എന്ന് പറയുന്നത് അല്ലേ? അതായത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് 2 സംഖ്യ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു സംഖ്യ 77 എന്നും ബാക്കി നമുക്കറിയില്ല. അതിനെ ഇപ്പോൾ എക്സ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഉം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ലസാഗു കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ 77 കൊണ്ട് ഞാൻ പൂർണ്ണമായിട്ടും ഈ 693 ഹരിക്കാൻ പറ്റണം. എനിക്ക് ഈ എക്സിന് ഞാൻ കിട്ടുന്ന വാല്യൂ കൊണ്ട് എനിക്ക് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റണം. സിമ്പിൾ പോയിന്റ് അല്ലേ? മനസ്സിലായല്ലോ? അതായത് ഈ 693 എന്ന് പറഞ്ഞ ലസാഗുവിനെ ഈ കണ്ടുപിടിച്ച് ഈ തന്നിരിക്കുന്ന 2 സംഖ്യ കൊണ്ടും പൂർണ്ണമായിട്ട് എനിക്ക് ഹരിച്ചു പോകണം. ഇതാണല്ലോ ലസാഗുവിന്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. ഉസാഗു എന്ന് പറയുന്നത് ഈ 11 ഉസാഗു ആണല്ലോ. 77 ഒരു സംഖ്യ. അടുത്ത സംഖ്യ നമ്മൾ കണ്ടെത്തിയിട്ടില്ല അല്ലേ? അതായത് ഈ 11 കൊണ്ട് ഈ 77നെയും പൂർണ്ണമായിട്ട് ഹരിക്കണം. എക്സിനെയും പൂർണ്ണമായിട്ട് ഹരിക്കണം. ഒന്നിന്റെ ഓപ്പോസിറ്റ്. അത്രേ ഉള്ളൂ. അതായത് ചുരുക്കി പറഞ്ഞാൽ പൂർണ്ണമായിട്ട് ഹരിക്കണം കിട്ടിയ സംഖ്യയെ അല്ലേ? അതായത് ഉസാഗു 11 ആണ്. അപ്പോൾ ഈ 11 കൊണ്ട് 77 പൂർണ്ണമായിട്ട് ഹരിക്കാമല്ലോ. അങ്ങനെ അടുത്ത സംഖ്യയും പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റണം. 99 മാത്രമല്ലേ ഓപ്ഷനിലുള്ളൂ. ബാക്കി 108ഉം പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റില്ല. 98ഉം ഹരിക്കാൻ പറ്റില്ല. ഇവയൊന്നുമല്ല ഓപ്ഷന് ആവശ്യവുമില്ല. ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഇത് നമുക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ഉസാഗു 11 ആണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഉസാഗു 11 ആണെങ്കിൽ ഈ 11 കൊണ്ട് ഈ ബാക്കി 2 സംഖ്യയോ 3 സംഖ്യയോ എത്ര സംഖ്യ ആയിക്കോട്ടെ പൂർണ്ണമായിട്ട് ഹരിക്കണമെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഒരു 77 ആണ് ആദ്യ സംഖ്യ തന്നിട്ടുണ്ട്. അടുത്ത സംഖ്യ എന്താണ്? 11 കൊണ്ട് പൂർണ്ണമായിട്ട് എനിക്ക് ഹരിക്കാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഇനി ഈ 693 എടുത്തോളൂ. അത് സിമ്പിൾ ആണെങ്കിൽ അത് എടുത്തോളൂ. ഈ 693നെ എനിക്ക് 99 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റണം. ബാക്കി 1, 2 ഓപ്ഷൻ കൊണ്ട് പറ്റില്ല. പക്ഷെ എന്റെ കാഴ്ചയിൽ എനിക്ക് പെട്ടെന്ന് അതായത് ഈ 11 കൊണ്ടാണ് എനിക്ക് ഡിവിസിബിലിറ്റി റൂൾ എനിക്ക് എളുപ്പമായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ 11 എടുത്തു. ഇനി 11 അല്ല ഇതാണ് സിമ്പിളെങ്കിൽ അതെടുക്കുക. ഇത്രേ ഉള്ളൂ. ഈ പറയുന്ന ഈ ഉസാഗു, ലസാഗും 90% ക്വസ്റ്റ്യൻസ് PSCയിൽ വരുന്ന ക്വസ്റ്റ്യൻസും നമുക്ക് ഈ മെത്തേഡിൽ തന്നെ ചെയ്യാം. ചെയ്ത് നോക്കരുത്. പേന ഉപയോഗിക്കരുത്. ഓക്കെ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2.5 ഭാഗം 0.005 എന്നാണ്. ഇത് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലേ? ഇത് ചെയ്യുന്ന മുന്നേ ആയിട്ട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. മുകളിൽ കിടക്കുന്നത് 25 അല്ലേ? പോയിന്റ് കടന്നോട്ടെ. 0.0 എന്തോ ആയിക്കോട്ടെ. മുകളിൽ 25 അല്ലേ? താഴെ 5 അല്ലേ? ഇത് രണ്ടും കൂടെ ഭാഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 5 എന്ന സംഖ്യ കിട്ടും അല്ലേ? ഇവിടെ 0 വന്നോട്ടെ, ഈ ഇടത് ഭാഗത്ത് 0 വന്നോട്ടെ, പോയിന്റ് വന്നോട്ടെ, എന്തോ ആയിക്കോട്ടെ. നമ്മുടെ മുകളിൽ എന്താണ്? ഇതല്ലേ? മുകളിൽ 25 താഴെ 5 ഉണ്ട്. നമുക്ക് 5 ഓപ്ഷനിൽ വരുമോ? ഒറ്റ ഓപ്ഷനല്ലേ ഉള്ളൂ അല്ലേ? ഈ ഒരു സി ഒരു ഒറ്റ ഓപ്ഷനല്ലേ ഉള്ളൂ. ഇത് നമ്മൾ ചെയ്ത് നോക്കുക. എന്തിനാ നമ്മളിത് ചെയ്ത് നോക്കണം? നമുക്കെന്താ നമ്മുടെ ജോലി? ഉത്തരത്തിലെത്തുക. ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ടെന്ന് എവിടെയെങ്കിലും പറയുന്നുണ്ടോ? നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടണം. അത്രയല്ലേ ഉള്ളൂ. നമ്മളിതാ 25/5 5 ഓപ്ഷനിൽ 5 ഉണ്ടാവും. ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ആ ക്വസ്റ്റ്യൻ ഇട്ട ആള് പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ നല്ലൊരു പോയിന്റ് തരുമ്പോൾ നമ്മൾ എന്തിനാ ഇത് ചെയ്ത് കുത്തി കാൽക്കുലേഷൻ ചെയ്ത് അവിടെ തെറ്റിച്ച് നിൽക്കുന്നത്? ഇത് സാധാരണ രീതിയിൽ എങ്ങനെയാ ചെയ്യുക? നമ്മൾ പോയിന്റ് മുകളിലല്ലേ 2.5 എഴുതി താഴെ സംഖ്യ എഴുതി അല്ലേ? ഇതല്ലേ സംഖ്യ? ഇതെല്ലാം നമുക്ക് കണ്ടുപിടിക്കുന്നത്. നമ്മളെന്താണ് ഇവിടെ 0 മാറി എത്ര പോയിന്റ് ഉണ്ടെന്ന് ആദ്യം നോക്കും അല്ലേ? ആദ്യം ഏറ്റവും കൂടുതലുള്ളത് ഞാൻ എണ്ണി 1, 2, 3, 4 പോയിന്റ് ഉണ്ട്. അപ്പോൾ താഴെ എന്തായാലും 4 പോയിന്റ്, അതായത് 10⁻4 കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ? ഇത്രയും സംഖ്യയെ മുകളിലും അതേകൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യും. വിലയ്ക്ക് വ്യത്യാസമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലേ? എന്നിട്ട് എന്താണ് ഈ പോയിന്റ് മാറ്റി ഞാൻ കാൽക്കുലേഷൻ ചെയ്യും. ഇത്രയും ചെയ്യേണ്ട ആവശ്യം വരുന്ന സ്ഥലത്ത് നിങ്ങൾ ചെയ്യുക. ഒരു കുഴപ്പമില്ല. വേണമെങ്കിൽ ഇപ്പം ചെയ്യാം. 2.5 ഗുണം 10⁻4 വരും. താഴെ 0.000 ഇൻറ്റു 10⁻4 അല്ലേ? ഇതെങ്ങനെ നമ്മൾ ചെയ്യുക? ഈ 4 പൂജ്യവും ഈ 4 പൂജ്യവും പോവും. അപ്പോൾ താഴെ എന്താണ്? 5 വരും. ഇവിടുത്തെ ഒരു പൂജ്യവും ഇവിടുത്തെ ഒരു പൂജ്യം പോയി 25 വരും. ബാക്കി എന്താണ്? 10⁻3 വരും അല്ലേ? ഈ 25ന് ഈ 5 കൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 5 ഗുണം 10⁻3 എന്ന് കിട്ടും അല്ലേ? ഇതെന്ന് പറയുന്നത് 5 കഴിഞ്ഞ് 3 പൂജ്യം അല്ലേ? ഇതല്ലേ ഉത്തരം? ഓപ്ഷൻ സി.
ഓക്കെ ആണോ? നമുക്ക് മാക്സിമം നമുക്കെന്താണ് എന്തെങ്കിലും ഓപ്ഷൻ നോക്കുക. നമുക്ക് എന്തെങ്കിലും ഹിന്റ് ഒളിഞ്ഞ് കിടപ്പുണ്ടെങ്കിൽ അതില് മാക്സിമം ഉത്തരം കണ്ടെത്താൻ നോക്കുക. ഇതെങ്ങനെ കിട്ടുമെന്ന് വെച്ചാൽ പ്രാക്ടീസ് ചെയ്യുക അത്രേ ഉള്ളൂ. കിട്ടുന്ന ക്വസ്റ്റ്യനൊക്കെ ഇങ്ങനെ രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുക. നമ്മള് പെൻ ഉപയോഗിക്കാണ്ട് എങ്ങനെയെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിക്കുക കുറച്ചുകൂടെ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ശരാശരി എന്നുള്ള കൺസെപ്റ്റ് ഞാൻ ഒരിക്കൽ എക്സ്പ്ലെയിൻ ചെയ്തു തന്നിട്ടുണ്ട് പഴയ വീഡിയോയില്. അതായത് തുല്യമാക്കുക അത്രേ ഉള്ളൂ. അതായത് എത്രയാണോ ഉള്ളത് അതിനെ തുല്യമാക്കുക എന്നാണ് അതിന്റെ അർത്ഥമാക്കുന്നത്. ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ ശരാശരി ഈ എണ്ണൽ സംഖ്യ ആദ്യത്തേത് 10ഓ 15ഓ എന്തോ ആയിക്കോട്ടെ തന്നിരിക്കുന്ന സംഖ്യയുടെ പകുതി എടുക്കുക. അതിനെ 0.5 കൊണ്ട് കൂട്ടുക. 0.5 കൊണ്ട് കൂട്ടുക. 5.5 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അതിനു മുന്നേ വേറൊരു കാര്യം പറയട്ടെ. നമുക്ക് ഈ ശരാശരി എന്ന് പറയുന്നത് ആ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. അത് മനസ്സിലാക്കാൻ നോക്കുക. നമ്മൾ മാത്സ് പഠിക്കുമ്പോൾ അതിന് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ അതുപോലെ കാൽക്കുലേഷൻ ചെയ്യാതെ തന്നെ ഉത്തരത്തിലെത്താം. ഓക്കെ. ഇവിടെ നമുക്ക് എണ്ണൽ സംഖ്യ ആയതുകൊണ്ട് നമുക്ക് ചെയ്ത് തന്നെ കണ്ടുപിടിക്കണം. പക്ഷേ നമുക്ക് എണ്ണൽ സംഖ്യ എന്ന് പറയുന്നത് 1, 2, 3, 4, 5, 6, 7, 8, 9 അല്ലേ? ഇതാണല്ലോ 10 എണ്ണൽ സംഖ്യ എന്ന് പറയുന്നത്. ഇതിന്റെ ആണല്ലോ അവര് ശരാശരി കാണാൻ പറഞ്ഞിട്ടുള്ളത്. അല്ലേ? അല്ലേ? ഇതിന്റെയാണ് ശരാശരി കാണാൻ പറഞ്ഞത്. ശരാശരി എന്ന് പറയുന്നത് എന്താണ്? എല്ലാം ഈക്വൽ ആക്കുക എന്നാണ്. ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ടുള്ളതാണെങ്കിൽ ഇതിന്റെ ഇടയിലായിരിക്കും. അതായത് ഈ സെൻട്രൽ ഭാഗത്തിലായിരിക്കും ഉത്തരം കിട്ടുന്നത്. നമുക്ക് വരുന്നത്. ഒരിക്കലും 10ഓ 9ഓ 8ഓ ആവൂലടാ. വരില്ലടാ. ശരാശരി എന്ന് പറഞ്ഞത് എല്ലാം ഈക്വൽ ആക്കുക എന്നാണ് അർത്ഥം. ഈ 5.5 എന്ന് പറയുന്നത് ഈ 10 പേർക്ക് ഞാൻ 5.5 ഇട്ട് കൊടുക്കുന്നതിന് തുല്യമാണ് ഈ ശരാശരി എന്ന് പറയുന്നത്. ഓക്കെ. നോർമൽ രീതിയിൽ എണ്ണൽ സംഖ്യ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പകുതി എടുക്കുക. ഇവിടെ 10 ആണ് ചോദിച്ചിട്ടുള്ളത്. 50ഓ 100ഓ എന്തോ ആയിക്കോട്ടെ അതിന്റെ പകുതി നമ്മൾ എടുത്തു. അതിന്റെ പകുതി എടുക്കുമ്പോൾ നമുക്ക് 5 കിട്ടുമല്ലോ. അതിന്റെ കൂടെ 0.5 ഒന്ന് ആഡ് ചെയ്യുക. നമ്മൾ ഇക്വേഷൻ രീതിയിൽ പഠിക്കും എങ്ങനെയാണ്? n+1 ഡിവൈഡ് ബൈ 2 എന്ന്. അല്ലേ? ഇങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അല്ലേ? ഇതിനെ എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? n ഡിവൈഡ് ബൈ 2 എന്ന് 1/2 എന്ന് എഴുതിക്കൂടെ? എഴുതാലോ. അതായത് ഇതിന് എനിക്ക് വീണ്ടും ഇങ്ങനെ മാറ്റി എഴുതിക്കൂടെ? n/2 പ്ലസ് ഇതെന്താണ് 1/2 എന്ന് പറഞ്ഞാൽ 0.5 എന്ന് എഴുതിക്കൂടെ? അതിനാണ് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇപ്പോൾ? ഇവിടെ നമ്മളിവിടെ ഇക്വേഷൻ പഠിച്ചു വെക്കണം. നമുക്ക് ഇവിടെ പഠിച്ചു വെക്കണോ? സംഖ്യയുടെ പകുതി എടുക്കുക അതിന്റെ കൂടെ 0.5 കൂട്ടുക. ഇവിടെ നമ്മൾ n+1/2 എക്സാം ഹോളിൽ n+1/2 ആണോ ഇനി n+2/1 ആണോ ഇങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലേ? സംഖ്യയുടെ പകുതി എടുക്കുക അതിന്റെ കൂടെ 0.5 കൂട്ടുക. നമുക്ക് എണ്ണ സംഖ്യയുടെ ശരാശരി കിട്ടി. കുറെ അല്ലാണ്ട് ഇക്വേഷൻ നമുക്ക് പഠിക്കുന്നില്ലേ? അതിനോട് ഇതും കൂടെ പഠിച്ചു വെക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്താണ് എണ്ണൽ സംഖ്യയുടെ ശരാശരി ചോദിച്ചാൽ അതിന്റെ പകുതി എടുത്ത് 0.5 വരെ ആഡ് ചെയ്യും. അത്രേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. a+b എന്ന് പറയുന്നത് 5 ആണ്. ab എന്ന് പറഞ്ഞാൽ 2 ആണ്. a² + b² വിലയാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഇത് അറിയണമെങ്കിൽ നമുക്ക് എന്താണ് ഇതിന്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ അറിഞ്ഞിട്ടില്ലെങ്കിൽ എന്താണ് ഇത് കാർഡ് കയറി നമ്മൾ കാൽക്കുലേഷൻ ചെയ്ത് പോകും. നമുക്ക് ബേസിക്കൽ ഇക്വേഷൻ എന്താണ്? ഞാൻ ഒരു ഇക്വേഷൻ പറയാം. a+b നമ്മൾ കാലകാലമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നതാണല്ലേ. a+b² എന്ന് പറയുമ്പോൾ എന്താണ്? a² + b² പ്ലസ് എന്താണ് 2ab. ചിലപ്പോൾ നിങ്ങൾ ഇത് ഓർഡർ മാറ്റിയായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. എല്ലാം ഒന്ന് തന്നെയാണ് അല്ലേ? ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? a² + b² ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടണം അല്ലേ? നമ്മൾ അത് ചെയ്യാണ്ട് ഇവിടെ നോക്കട്ടെ. a+b അല്ലേ ചോദിച്ചിട്ടുള്ള a+b എന്ന് പറഞ്ഞാൽ 5ന്റെ സ്ക്വയർ ആണ്. അതായത് 5ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 25 ആണെന്ന് അറിയാം അല്ലേ? 25 ആണെന്ന് അറിയാം. ഇവിടെ 25 ഇതിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് എന്തായിരിക്കണം? 25-നെക്കാളും കുറച്ച് എങ്ങനെയായിരിക്കും? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നമുക്ക് ഇവിടെ ഇത്രയും നമുക്ക് 25 ആണെങ്കിൽ ഇത് മൊത്തം 25 എന്നല്ല അതിന്റെ അർത്ഥം അല്ലേ? ഒന്ന് അങ്ങനെ ചിന്തിച്ചിട്ട് ആ കൺസെപ്റ്റ് വെച്ച് നമുക്ക് ഓപ്ഷനിലെത്താം. ഇല്ലെങ്കിൽ നോർമൽ രീതിയിൽ a+b² എന്ന് പറയുന്നത് എന്താണ്? a² + b² + 2ab അല്ലേ? അല്ലേ? ഇതിൽ നമുക്ക് അറിയാവുന്നത് എന്താണ്? a+b² അറിയാം. ഇതറിയാം. നമുക്ക് 2abയിലെ abയും അറിയാം അല്ലേ? നമുക്കെന്താണ് a² b² ആണ് കണ്ടുപിടുത്തേണ്ടത്. ബാക്കിയെല്ലാം അറിയാന്നുള്ള വാല്യൂ ഇതിൽ ഇട്ട് കൊടുക്കുക ഉത്തരം എത്തും.
നമുക്ക് എന്താണ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 5 എന്ന് പറയുന്നു. 5ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ നമുക്കറിയില്ല. പ്ലസ് 2ab എന്ന് പറഞ്ഞാൽ എബി എന്ന് പറഞ്ഞാൽ 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 2 4. അപ്പോൾ മൈനസ് 25 മൈനസ് 4 എന്ന് പറയുന്നത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് 21 ആയിരിക്കും. അതായത് ഞാൻ പറഞ്ഞിരുന്നേടാ, നമുക്ക് ഈ ഇക്വേഷൻ ആണ് നമുക്ക് ഉത്തരം എ ആണ്. ഓക്കെ, അത് മനസ്സിലായല്ലോ അല്ലേ? ഉത്തരം എ എന്ന് കിട്ടും, 21. അതായത് ഞാൻ പറഞ്ഞിരുന്നത് നമുക്ക് 25, അതായത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab അല്ലേ? അതായത് നമുക്ക് മനസ്സിലായി 5ന്റെ സ്ക്വയർ, അതായത് നമുക്ക് ഇവിടെ എ പ്ലസ് ബി ഇവിടെ തന്നിട്ടുണ്ട്, 25 തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ മനസ്സിലാക്കുക 25, അപ്പോൾ ഇത്രയും 25 ആണ്, ഇത്ര 25 ആണ്. അപ്പോൾ എനിക്ക് എൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 25-നെക്കാളും കുറവായിരിക്കും എപ്പോഴും. പക്ഷെ ഞാനിത് ഓപ്ഷൻ നോക്കാത്തത് ഇവിടെ 22ഉം 20, 21 ഉള്ളതുകൊണ്ടാണ്. ബൈ ചാൻസ് 25-നെക്കാളും കുറവുള്ളത് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ അത് ടിക്ക് ചെയ്യുക. ഈ ചോദ്യം ചെയ്യാൻ നിൽക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? എന്തുകൊണ്ടാണ്? ഇവിടെ 25 ആണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇതാണ്. ഈ സംഖ്യ ഇത്രയും എന്തായാലും ഇത് മൈനസ് വരും. ഇവിടെ 25-ൽ നിന്ന് മൈനസ് വരും. അങ്ങനെ ആണെങ്കിൽ ക്വസ്റ്റ്യൻ 25-നെക്കാളും കുറവായിരിക്കും. അങ്ങനെ വരികയാണെങ്കിൽ എനിക്കിത് ചോദിക്കണം. പക്ഷെ ഓപ്ഷൻ തന്നിട്ടുള്ള 21, 20, 21, 22 ആയതുകൊണ്ട് എനിക്കത് എത്താൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനിത് കംപ്ലീറ്റ് ചെയ്ത് നോക്കിയത്. അങ്ങനെ അല്ലാത്ത കേസുകളിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഓപ്ഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റുകയാണെങ്കിൽ ഒഴിവാക്കിയിട്ട് പൂർണ്ണമായിട്ടും കാൽക്കുലേഷൻ ചെയ്യരുത്. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 299.00 ഇതിന്റെ റൂട്ട് കണ്ടെത്തുകയാണ്. സിമ്പിളാണ്, വലിയ സംഖ്യ എന്നൊന്നും വിചാരിക്കേണ്ട അല്ലേ? നമുക്ക് അറിയാം 299 ഏതിന്റെ സ്ക്വയർ ആണ്? 17ന്റെ സ്ക്വയർ ആണ് 299 എന്ന് പറയുന്നത്. അങ്ങനെ 289 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ബാക്കി എന്താണ്? ഒരു 100 ഗുണമുണ്ട്. 100 എന്ന് പറഞ്ഞാൽ 10ന്റെ സ്ക്വയർ ആണ് 170. മനസ്സിലായടാ? ഇത് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, സിമ്പിൾ ആയിരുന്നു. നമ്മൾ എപ്പോഴും 1 മുതൽ 20 വരെയെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ സ്ക്വയർ അറിഞ്ഞിരിക്കണം. ഒന്നത് നീ അറിഞ്ഞില്ല, നിങ്ങൾക്ക് ഇത് സ്ക്വയർ അറിയില്ല എന്ന് കരുതുക. നിങ്ങൾക്ക് അറിയില്ല, ഇത് മനസ്സിലായല്ലോ? ഈ 0, അതായത് എനിക്ക് വേണമെങ്കിൽ ഈ 289 ഇൻറ്റു ഇതെനിക്ക് ഇങ്ങനെ എഴുതാമല്ലോ, ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാമല്ലോ. ഒറ്റ 250 ഇത് 00 അല്ലേ? അതായത് എനിക്ക് ഇവിടെ വേണമെങ്കിൽ സ്പ്ലിറ്റ് ഇത്രയും സ്പ്ലിറ്റ് ചെയ്തിട്ട് 289 ഗുണം 100 എഴുതാമല്ലോ. തെറ്റൊന്നുമില്ലല്ലോ. ഇവിടെ റൂട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 100ന്റെ സ്ക്വയർ ഞാൻ പുറത്തെടുക്കും, ഇതിന്റെ സ്ക്വയറും പുറത്തെടുത്താൽ എനിക്ക് ഉത്തരമായി അല്ലേ? 259 എനിക്ക് 17 എന്നറിയാം, നമ്മുടെ ഉത്തരത്തിലെത്തി. ഇനി അല്ല എനിക്ക് അറിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ക്വയർ എങ്ങനെ കണ്ടെത്തുന്നത്? ഏതിന്റെ സ്ക്വയർ ആയാലും ഇരട്ട സംഖ്യ ആണെങ്കിൽ അതിന്റെ ഇപ്പോൾ 18ന്റെ സ്ക്വയർ എടുക്കണമെങ്കിൽ 18ഉം 18 നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും, അതല്ലേ? 12 സ്ക്വയർ എന്ന് പറയുന്നത് 8 ഗുണം 8 എന്ന് പറയുമ്പോൾ തന്നെ 64, 4 അല്ലേ? പിന്നെ അങ്ങനെ എഴുതി പോകും. അപ്പോൾ ആദ്യത്തെ സംഖ്യ എന്തായാലും ഈ 4 ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ നോക്കാം, ഈ 8ന്റെ സ്ക്വയർ 64, അപ്പോൾ 4 ആയിരിക്കും ആദ്യം വരിക. അപ്പോൾ ഇതല്ലാതെ എനിക്ക് മനസ്സിലായി. ഇവിടെ 6ന്റെ സ്ക്വയർ, ഞാനിത് സ്ക്വയർ അറിയാത്ത ഒരു കേസിൽ എങ്ങനെ കണ്ടെത്താമെന്നാണ് പറയുന്നത്. നമ്മൾ പൂർണ്ണമായിട്ടും അത് ഇങ്ങനെ ഗുണിച്ചോ അല്ലെങ്കിൽ സ്ക്വയർ കണ്ടെത്താൻ നിൽക്കണ്ട. അത് ഈ ഒരു മെത്തേഡ് ഇതിൽ മാത്രമല്ല, എല്ലാ ക്വസ്റ്റ്യനിലും നമുക്ക് ഉപയോഗിക്കാം. 6ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 36 ആണ്. 6, അപ്പോൾ 6 അവസാനം വരിക. അപ്പോൾ ഇതുമല്ല. 3ന്റെ സ്ക്വയർ എടുത്താൽ 9. അപ്പോൾ നമുക്ക് ഡൗട്ടായി. ഇവിടെ ഈ 13 വരാം, 17 വരാമെന്ന്. നമ്മൾ അവിടെയും തളരില്ല. അവിടെയും നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. 15 സ്ക്വയർ നമുക്കറിയാം എത്രയാടാ? 225 അറിയാം. അങ്ങനെയാണെങ്കിൽ ഈ 225 കൂടുതലല്ലേ തന്നിരിക്കുന്ന സംഖ്യ? ഏഴായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അരുൺ 240 മീറ്റർ 24 സെക്കൻഡിൽ ഓടിയെത്തി എങ്കിൽ അരുണിന്റെ വേഗത മീറ്റർ പെർ സെക്കൻഡിൽ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യനിൽ ഇവർ ഇക്വേഷൻ തന്നെ തന്നിട്ടുണ്ട്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കാനുള്ളത് അത് തന്നിട്ടുണ്ട്. ഓപ്ഷനിൽ എന്താണ്? മീറ്ററും തന്നിട്ടുണ്ട്, ദൂരവും തന്നിട്ടുണ്ട്, സെക്കൻഡിലും തന്നിട്ടുണ്ട്. സെക്കൻഡിലാണ് അത് യൂണിറ്റും തന്നിട്ടുള്ളത്. നമുക്ക് കണ്ടെത്താൻ എന്താണ്? മീറ്റർ പെർ സെക്കൻഡിലാണ്. ഈ മീറ്റർ ഇവിടെ 440 തന്നിട്ടുണ്ട്, അതല്ലേ? ഡിവൈഡ് ബൈ ഭാഗം സെക്കൻഡ് എത്രയായി? 24. ഇത് ചെയ്താൽ ഉത്തരമായി 10 സെക്കൻഡ് അല്ലേ? നമുക്ക് ഒറ്റ ഇക്വേഷൻ അറിഞ്ഞാൽ മതി. ഇതിൽ എന്താണ്? വേഗത എന്ന് പറയുന്നത് ദൂരം ഭാഗം സമയമാണ്. നമ്മളത് നോക്കുക, ഒരു വേഗത്തിൽ നമ്മൾ നടന്നു പോകുന്നു അല്ലേ?
വേഗത്തിൽ നടന്നു പോകുന്നു. ഇതിലാണല്ലോ വേഗത അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. നമ്മളിങ്ങനെയല്ലേ നടന്നു പോവാ, വേഗത്തിൽ നടന്നു പോകുന്നു. ഈ ദൂരമല്ലേ ഇത്രയും ദൂരം, അത് നമ്മൾ മുകളിൽ എഴുതി. അതിന് നമ്മൾ മീറ്റർ എന്ന് വിളിച്ചു. താഴെ ആ സമയം ഉണ്ടാവുമല്ലോ പോയെ, അതത്രേ ഉള്ളൂ. ഇത് കാണാൻ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ആ സെക്കൻഡ്. ദൂരം എന്താടാ? നമ്മളിതല്ലേ വേഗത. നമ്മളിങ്ങനെയല്ലേ നടന്നു പോകുന്നത്. അല്ലേ? അല്ലേ? ഇതല്ലേ നമ്മളിങ്ങനെ നടന്ന് ദൂരത്തിലിങ്ങനെ സ്പീഡിലിങ്ങനെ പോകുന്നത്. അതാണ് അവര് വേഗത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളീ ഓടിപ്പോകുന്നത്. അല്ലേ? അതെന്ന് പറയുന്നത് എന്താണ്? ഈ വേഗതയ്ക്ക് നമ്മളെന്താണ് ഇവിടെ വി എന്ന് വേണമെങ്കിൽ ഇട്ടോ വേഗത. വി ന്നിട്ടോളൂ. നമ്മളിതിൽ ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്തത്. അവര് പറയുന്നതാണ് നമ്മൾ അതിലിട്ടാ മതി. എം മീറ്റർ. അതായത് ദൂരം എന്ന് പറയുന്നതാണ് മീറ്റർ. സെക്കൻഡ്. ഇതൊന്നും ഇക്വേഷൻ കാണാൻ പഠിച്ച് വെക്കരുത് കേട്ടോ. നമുക്ക് ആ ലോജിക്കിൽ നമുക്ക് കാണാൻ പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടെന്താണെന്നറിയോ? അവിടെ പോകുമ്പോൾ നമുക്ക് എക്സാം ഹാളിലിരിക്കുന്ന സമയത്ത് നമുക്ക് ടെൻഷനിലായിരിക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ കുറേ കാര്യങ്ങൾ പഠിക്കാനുള്ളത് പഠിക്കുക. പക്ഷേ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ കാണാൻ തന്നെ മനസ്സിൽ വെക്കുക. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് ഇവിടെ എന്താണ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ യൂണിറ്റ് തന്നിട്ടുണ്ടാവും. ഏതിൻ്റെയും ഒരു യൂണിറ്റ് തന്നിട്ടുണ്ടാവും. കിലോമീറ്റർ വരെയാണെങ്കിൽ നമ്മൾ സെക്കൻഡിലോട്ട് മാത്രം മാറ്റണം. അത് നമ്മൾ ബേസിക് നമ്മളെ യൂണിറ്റിലാണോ എന്ന് മാത്രം നോക്കുക. ഇവിടെ മീറ്റർ ബേസിക് യൂണിറ്റ് ആണ്, സെക്കൻഡും ബേസിക് യൂണിറ്റ് ആണ്. കണ്ടുപിടിക്കേണ്ടത് മീറ്റർ പെർ സെക്കൻഡ് ആണ്, ബേസിക് യൂണിറ്റ് ആണ്. പിന്നെ ഇതിലൊന്നും ചെയ്യാനില്ല. 240/24 എന്നത് ഉത്തരം എന്താണ്? 10 കിട്ടും. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിറ്റ വില 40 രൂപ 60 പൈസയാണ്. ലാഭശതമാനം 16 ആണ്. ആയാൽ വാങ്ങിയ വില എന്താണ്? ഈ ക്വസ്റ്റ്യൻ ഒരിക്കലും വായിച്ചു നോക്കിയേ. വിറ്റ വില 40 രൂപ 60 പൈസയാണ്. ലാഭശതമാനം 16 ആയാൽ വാങ്ങിയ വില എന്താണ്? എടാ വിറ്റ വില 40 അല്ലേ? ഇതിൽ 60 വിറ്റ വില 40.60 പൈസയല്ലേ? ലാഭശതമാനം 16 അല്ലേ? 16 ആണ്. അങ്ങനെ ആണെങ്കിൽ ഈ വാങ്ങിയ വില എന്തായാലും 40-നാലും കുറവായിരിക്കുമല്ലോ അല്ലേ? വിറ്റ വില 40 ആണ്. അതിൽ 16 ലാഭശതമാനം 16 എന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആണെങ്കിൽ ഇതിനേക്കാളും കുറവായിരിക്കില്ലേ ഈ വാങ്ങിയ വില? ഒറ്റ ഓപ്ഷനല്ലേ ഉള്ളൂ. അല്ലേ? വേറെ ഏതെങ്കിലും ഉണ്ടോ ഓപ്ഷൻ? ബാക്കിയെല്ലാം കൂടുതലല്ലേ? എന്തായാലും കൂടുതൽ വാങ്ങിയിട്ട് ഞാൻ കുറച്ച് വിൽക്കുകയാണെങ്കിൽ എനിക്ക് നഷ്ടമല്ലേ സംഭവിക്കുള്ളൂ. ഇത് ലാഭമാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വിറ്റ വിലയേക്കാളും കുറവായിരിക്കില്ലേ ഞാൻ വാങ്ങിയത്. ഒറ്റ ഓപ്ഷനല്ലേ ഉള്ളൂ. ഇത് ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ടോ പറയ്? നിങ്ങളിത് അവിടെ വാങ്ങിയ വില എന്താണ്? വിറ്റ ലാഭ ശതമാനം ഇത്രയാണ്. അതിൽ എത്ര വാങ്ങിയിട്ടുണ്ടോ എന്ന് കാൽക്കുലേഷൻ ചെയ്ത് വെറുതെ ഇതൊരു എന്താണ് ഇത്രയും സമയവും മെനക്കെട്ട് ചിലപ്പോൾ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ആക്കി തെറ്റെടുത്താൽ ചിലപ്പോൾ അവിടെ 55 ഒക്കെ വരാണെങ്കിൽ 45 വരാണെങ്കിൽ അത് ടിക്ക് ഇട്ടിട്ട് വെറും തെറ്റിച്ചിട്ട് വരും. അതിന്റെ ആവശ്യമുണ്ടോ അവിടെ? ക്വസ്റ്റ്യൻ എന്താണ് വായിക്കുന്നത് അത് മനസ്സിലാക്കുക. പകുതി ഉത്തരം നമുക്ക് അവിടെ തന്നെ കിട്ടൂടാ. വിറ്റ വില 40 രൂപ 60 പൈസയാണ്. ലാഭശതമാനം തന്നിട്ടുണ്ട് 16 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ലാഭത്തോടെ ചേർന്ന എമൗണ്ട് ആണ് ഈ വിറ്റ വില എന്ന് പറയുന്നത് അല്ലേ? അതിനേക്കാളും കുറവായിരിക്കില്ല എന്തായാലും വാങ്ങിയ വില. ഒറ്റ ഓപ്ഷനേ ഉള്ളൂ സി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ബോഡ് മാസ് റൂളാണ് അല്ലേ? 0.6 ഗുണം 0.6 അധികം എന്ന് പറയുന്നത് 0.6 ഭാഗ 0.6 ബോഡ് മാസ് റൂൾ എന്താണെന്ന് പറയുന്നത്? ആദ്യം ബ്രേക്കറ്റ് ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ എന്താണ് ഡിവിഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്യുക, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ. അതല്ലേ നമ്മൾ ബോഡ് മാസ് എന്ന് പറയുന്നത് അല്ലേ? അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ ഡിവിഷൻ ഉണ്ട്. ഞാൻ ഇവിടെ ഡിവിഷൻ ചെയ്താൽ 6.6 ഡിവിഷൻ ചെയ്താൽ എനിക്ക് ഇവിടെ 1 എന്ന് കിട്ടും. ബാക്കി എന്താണ് 0.0 ഗുണം 0.0 എന്നുണ്ട്. പ്ലസ് ഇവിടെ എന്താണ് 1 എന്ന് കിട്ടി അല്ലേ? ഇത് ഇത്രയും ചെയ്യുമ്പോൾ എന്താണ് കിട്ടുക? 2 പോയിന്റ് ഉണ്ട്. അപ്പം 0.036 എന്ന് വരും. തെറ്റുണ്ടോ? പ്ലസ് 1 എന്ന് കിട്ടും. ഇത് കൂട്ടി കഴിഞ്ഞാൽ എനിക്ക് ഉത്തരം കിട്ടും. പക്ഷേ ഇതിൽ ഉത്തരം ഇല്ല. ഇത് എന്താണ് ഇത് ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എന്താണ് നമുക്ക് ഇത് ബോർഡ് മാസിൽ നമുക്ക് ഒരു ഉത്തരം കിട്ടിയില്ലെങ്കിൽ അവിടെ വെച്ചതൊന്ന് മതിയാക്കാൻ നോക്കുക. പിന്നെ അത് ചെയ്ത് സമയം പാഴാക്കരുത്. നമ്മൾ ഒരു വട്ടം ചെയ്ത് നോക്കി, ഇത് ഒരു വട്ടം ചെയ്ത് എനിക്ക് ഓപ്ഷനിലില്ല. പിന്നെ ഒരു വട്ടം കൂടെ വേണമെങ്കിൽ ശ്രമിച്ച് നോക്കുക. കിട്ടിയില്ലേ അതവിടെ വെച്ച് അടുത്ത ക്വസ്റ്റ്യനോട്ട് മൂവ് ചെയ്യുക. നമ്മളത് കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ അത് തന്നെ വെച്ച് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ സമയം പോകും. ഫീസ് എന്തായാലും മാത്സ് ക്വസ്റ്റ്യനിലൊക്കെ 1ഓ 2ഓ ഒക്കെ എന്താണ് ഒന്നി ഡിലീറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഓപ്ഷൻ്റെ ഉത്തരവും ഉണ്ടാവില്ല. അപ്പോൾ അത് ഒന്ന് മനസ്സിൽ കരുതിയിട്ട് നമ്മൾ സോൾവ് ചെയ്യാൻ വേണം. ഒരിക്കൽ ചെയ്ത് 2 ചെയ്ത് കിട്ടിയില്ലെങ്കിൽ ക്വസ്റ്റ്യൻ അതങ്ങ് ഒഴിവാക്കി അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവാം. ഓക്കെ.